യേശുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് സോന ഷൈജി. ഞാൻ വരുന്നത് എറണാകുളം ജില്ലയിൽ ഏനാനല്ലൂർ എന്ന സ്ഥലത്താണ്. പരിശുദ്ധ അമ്മ വഴി ഈശോ എനിക്ക് എൻ്റെ കുടുംബത്തിനും എൻ്റെ സുഹൃത്തിനൊക്കെ നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാനാണ് ഞാനിവിടെ ആയിരിക്കുന്നത്. നഴ്സിംഗ് പഠിത്തം കഴിഞ്ഞിട്ട് എന്തെടുക്കണം, എങ്ങനെ പുറത്തു പോകണം, എങ്ങനെ കുടുംബം മുന്നോട്ട് പോകണം എന്നൊരു വലിയൊരു ചോദ്യചിഹ്നമായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും OET എന്നൊക്കെ പറഞ്ഞപ്പോഴും എൻ്റെ മനസ്സിൽ ഞാനിവിടെ വന്ന് ഉടമ്പടി വെച്ചു. അതിനു മുന്നേ എൻ്റെ വീട്ടിൽ ഉടമ്പടി വെച്ച് ഒരുപാട് അനുഗ്രഹങ്ങൾ പരിശുദ്ധ അമ്മ വഴി ഈശോ എൻ്റെ കുടുംബത്തിന് നൽകുകയുണ്ടായി. അപ്പോൾ ഉടമ്പടി വെച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഉടമ്പടിയിൽ വെച്ചു, അമ്മയെ എനിക്ക് എന്താ എടുക്കേണ്ടതെന്നുള്ളതൊന്നും അറിയത്തില്ല, അമ്മ എനിക്കൊരു വഴി കാണിച്ചു തരണം എന്ന് പറഞ്ഞു. അങ്ങനെ ജർമ്മൻ പഠിക്കാൻ ഇവിടെ നിന്ന് എപ്പോൾ ഇറങ്ങിയാലും മനസ്സിലേക്ക് വരുന്നത് ജർമ്മൻ എന്നുള്ളൊരു ചിന്ത മാത്രമായിരുന്നു. അങ്ങനെ ജർമ്മൻ പഠിക്കാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് തീരുമാനിച്ചു. ഞാനും എൻ്റെ ഒരു കൂട്ടുകാരും വേറൊരാളും ഉണ്ടായിരുന്നു. ഞങ്ങൾ 3 പേരും അങ്ങനെ ജർമ്മൻ പഠിക്കാൻ തീരുമാനിച്ചു. പക്ഷേ നഴ്സിംഗ് പഠിത്തം അതുപോലെ തന്നെ +2 വരെ ഞാൻ അത്യാവശ്യം നന്നായി പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ ഒരു സപ്പോർട്ടിങ് മാത്രമാണ്, എൻ്റെ ഒരു മെറിറ്റ് കൊണ്ടും എനിക്ക് കിട്ടും എന്നൊരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ജർമ്മൻ എക്സാം എഴുതാൻ വേണ്ടി പോയി. അതുപോലെ തന്നെ ഡേറ്റ് കിട്ടാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. അതും ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഒരു ഡേറ്റ് കിട്ടി. അങ്ങനെ എക്സാം എഴുതിയപ്പോൾ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, കിട്ടും, ഇനി ഉടമ്പടി ഒന്ന് സപ്പോർട്ട് ചെയ്യുമല്ലോ എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ എക്സാം എഴുതിയപ്പോൾ 2 മൊഡ്യൂൾ പാസ്സായി. എനിക്ക് ഏതാണോ എളുപ്പമെന്ന് തോന്നി 2 മൊഡ്യൂൾ ഞാൻ ഫെയിലായി, റൈറ്റിങ്ങും സ്പീക്കിങ്ങും. പിന്നീടുള്ള എൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ഭയങ്കര സഹനമായിരുന്നു. സഹനം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ B1 പഠിച്ചുകൊണ്ടാണ് B2ൻ്റെ എക്സാം എഴുതുന്നത്. അപ്പോഴും 2 മൊഡ്യൂൾ കിട്ടിക്കഴിഞ്ഞപ്പോഴും ഇനിയും 2 മൊഡ്യൂൾ കിട്ടുമല്ലോ എന്നുള്ളൊരു ഓവർ കോൺഫിഡൻസ് എൻ്റെ മനസ്സിലും വന്നു. കാരണം B1 പഠിച്ചുകൊണ്ട് B2 2 എക്സാം എഴുതാമെങ്കിൽ ഇനി അതുകൂടെ ഉടമ്പടിയും കൂടെ ചേർത്ത് നിർത്തിയാൽ ഒരു കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുന്നൊരവസ്ഥയിൽ ഞാൻ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ എനിക്ക് പിന്നീടുള്ളതെല്ലാം ഭയങ്കര സഹനങ്ങളായിരുന്നു. അതായത് ഞാൻ വീണ്ടും ഉടമ്പടി പുതുക്കി, എൻ്റെ എക്സാം പാസ്സായില്ല. പക്ഷെ ഞാൻ ഓരോ തവണയും തോറ്റു പോകുമ്പോഴും ഞാൻ ഒരിക്കലും പിന്മാറിയില്ല. കാരണം ഞാൻ വന്ന് പ്രാർത്ഥിച്ചത് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മുന്നിലാണ്. ഈ അമ്മ എന്നെ ഒരിക്കലും കൈവിടില്ല എന്ന് എനിക്ക് ഉറച്ചൊരു ദൃഢമായ വിശ്വാസം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. വീണ്ടും ഉടമ്പടി പുതുക്കി കഴിഞ്ഞപ്പോൾ ഞാൻ ബാംഗ്ലൂർ റൈറ്റിങ്ങിന് വേണ്ടി എക്സാമിന് ഡേറ്റ് എടുത്തു. അവിടെ പോയി ഞാൻ എക്സാം എഴുതി. വീണ്ടും ഒരു ഡേറ്റ് ഗോവയിൽ പോയി എക്സാം എഴുതാൻ വേണ്ടി ഡേറ്റ് എടുത്തു. അപ്പോഴും അമ്മോട് പറഞ്ഞു, അമ്മേ ഞാനിപ്പോൾ 2 സ്ഥലത്ത് ഡേറ്റ് എടുത്തു, ഇല്ലാത്ത പൈസയും മുടക്കി ഞാൻ ഈ പോയി ഡേറ്റ് എടുത്ത് പരീക്ഷ എഴുതുന്നത്, ഇതിലെങ്കിലും എന്നെ അമ്മ പാസ്സാക്കി തന്നെ എന്ന് പറഞ്ഞു. ഞാൻ ബാംഗ്ലൂർ പോയി എഴുതി, റിസൾട്ട് വന്നു. ഗോവയുടെ റിസൾട്ട് വന്നില്ല, അതിന് മുന്നേ ബാംഗ്ലൂരിൻ്റെ റിസൾട്ട് വന്നു. റിസൾട്ട് വന്നപ്പോൾ എനിക്ക് റൈറ്റിങ്ങിന് കിട്ടിയ മാർക്ക് 100ൽ 19 മാർക്ക്. ചങ്ക് തകർന്നു പോയി. എന്നാലും മാതാവേ, ഞാൻ വീണ്ടും ഉടമ്പടി പുതുക്കി, വീണ്ടും ഞാൻ ശക്തമായി പ്രാർത്ഥിച്ചിട്ടും എൻ്റെ അമ്മ എനിക്ക് തരാത്തെ, ഇത്രയും പൈസ കളഞ്ഞിട്ടും എന്ന് ഞാൻ വീണ്ടും, എന്നാലും എൻ്റെ മനസ്സിലൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, ഇല്ല, ഞാൻ എത്രയൊക്കെ തകർന്നു പോയാലും ഞാൻ വന്നത് കൃപാസന അമ്മയുടെ ആൾത്താരുടെ മുന്നിലാണെങ്കിൽ എനിക്ക് ഉറപ്പായിട്ടും പാസ്സാകാൻ പറ്റുമെന്നൊരു ദൃഢമായ വിശ്വാസം എനിക്കുണ്ടായിരുന്നു. ഞാൻ ഈ സെയിം ടോപ്പിക്ക്, അതായത് റൈറ്റിംഗ്, എനിക്ക് ബാംഗ്ലൂർ ഏത് ടോപ്പിക്കാണോ വന്നത്, ഞാൻ 19 മാർക്കിന് തോറ്റുപോയ അതേ ടോപ്പിക്ക് തന്നെ എനിക്ക് ഗോവയിൽ എക്സാമിന് വന്നു. ആ സെയിം ടോപ്പിക്ക് ഞാൻ കരഞ്ഞുകൊണ്ട് എക്സാം എഴുതുന്നത്. ഞാൻ കാശുരൂപം കൈ പിടിച്ചിട്ടുണ്ട്. അവിടെ ഫുൾ ചെക്കിംഗ് ആണ്. ഒരു കമ്മൽ പോലും ഇടിപ്പിക്കാത്ത രീതിയിലാണ് അവർ ഉള്ളിലേക്ക് കയറ്റിയത്. ഞാൻ ഉപ്പെടുത്ത് എൻ്റെ ജീൻസിൻ്റെ പോക്കറ്റിലിട്ടു. ഞാൻ ആ ഉപ്പ് അവിടെ വെതറി കരഞ്ഞുകൊണ്ട് ഞാൻ എഴുതിയത്. പക്ഷേ ഞാൻ റിസൾട്ട് വന്ന സമയമായി. അപ്പോൾ ഒരു ഒക്ടോബർ മാസത്തിലാണ് എൻ്റെ റിസൾട്ട് തന്നെ. അപ്പോൾ അന്ന് എൻ്റെ ഒക്ടോബർ 21 എൻ്റെ ബർത്ത്ഡേ. അപ്പോൾ ഞാൻ അമ്മോട് പറഞ്ഞു, അമ്മേ എല്ലാവർക്കും അമ്മ ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ടല്ലോ, എനിക്കും, ഞാൻ എത്ര തവണയായി ഞാനിപ്പോൾ ഇത് എഴുതാൻ തുടങ്ങിയിട്ട്, എനിക്കും എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് തന്നെ എന്ന് അമ്മോട് പ്രാർത്ഥിച്ചു. അങ്ങനെ ഒക്ടോബർ 19 എനിക്ക് റിസൾട്ട് വന്നു. റിസൾട്ട് വന്നപ്പം ഞാൻ ബാംഗ്ലൂരിലെ ഏത് ടോപ്പിക്കിലാണോ ആ സെയിം ടോപ്പിക്ക് തന്നെ ഇവിടെ വന്ന്, അതിലേതിലാണോ 19 മാർക്കിൽ തോറ്റുപോയി എനിക്ക് 79 മാർക്ക് തന്നെ എൻ്റെ അമ്മ എന്നെ അനുഗ്രഹിച്ചു. പിന്നീട് അത് കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും സ്പീക്കിംഗ് കിടക്കുവാണ്. സ്പീക്കിങ്ങിന് ഇനി എങ്ങനെ എഴുതും? ഞാൻ അമ്മയോട് പറഞ്ഞു, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്, എൻ്റെ കഴിവുകളെല്ലാം തോറ്റു, ഇനി എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, അമ്മ എന്തേലും എനിക്കൊരു വഴി കാണിച്ചു തന്നെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ സ്പീക്കിങ്ങിന് ഡേറ്റ് വീണ്ടും എടുത്തു. സ്പീക്കിംഗ് എഴുതി, ഞാൻ വീണ്ടും തോറ്റു. എന്നാലും ഞാൻ ഉടമ്പടിയിൽ നിന്ന് പിന്മാറിയില്ല. പക്ഷെ എനിക്ക് എന്ത് കിട്ടും, അല്ലെങ്കിൽ ജർമ്മൻ പാസ്സാകോ ഇല്ലയോ, അതൊന്നും അല്ല എൻ്റെ ഒരു മെയിൻ വിഷയം. ഞാൻ എത്രമാത്രം ഉടമ്പടിയിൽ എന്നെ
അമ്മ കൈവിടില്ല എന്നുള്ളൊരു ഉറച്ച ദൃഢമായ വിശ്വാസമാണ് എൻ്റെ മുന്നിൽ ഏറ്റവും വലിയ കാര്യമായിട്ടുണ്ടായിരുന്നത്. എല്ലാവരും എന്നോട് ചോദിക്കും, നീ ഇത്ര ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചിട്ട് എന്തേ നിനക്ക് കിട്ടാത്തേന്ന് ചോദിക്കും. പക്ഷേ എൻ്റെ മനസ്സിലൊരു ദൃഢമായൊരു ബോധ്യമുണ്ട്, മാതാവ് എന്നെ ഇവിടെ എത്തിച്ചാണെങ്കിൽ അമ്മയ്ക്കറിയാം ഈ ജർമ്മൻ പാസ്സാവുക എന്നുള്ളത് ജർമ്മനി പോകാനാണല്ലോ, അമ്മ അത് എത്തിച്ചിരിക്കും. അതിൽ എൻ്റെ യോഗ്യത കൊണ്ടല്ല, അമ്മയ്ക്കൊരു തീരുമാനമുണ്ട്, അമ്മ വഴി ഈശോ എന്നെ അവിടെ എത്തിക്കും എന്നുള്ള ഉറച്ച വിശ്വാസം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. വീണ്ടും ഞാൻ സ്പീക്കിംഗ് എനിക്ക് കിട്ടിയില്ല. അപ്പോൾ എനിക്ക് ഒത്തിരി സങ്കടമായി. അപ്പോൾ ഞാനൊരു കരഞ്ഞുകൊണ്ട് ലൈറ്റ് അയക്കാനും പ്രെയർ റിക്വസ്റ്റ് ഇട്ടു. പ്രെയർ റിക്വസ്റ്റ് ഇട്ട് കഴിഞ്ഞ് ഒരു കുറച്ച് മിനിറ്റുകൾക്കുള്ളിൽ എൻ്റെ ഒരു കൂട്ടുകാരി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, 3 മൊഡ്യൂൾ വെച്ചിട്ട് അല്ലെങ്കിൽ B1 വെച്ചിട്ട് പ്രോസസ്സിങ് ചെയ്യുന്നൊരു ഏജൻസി അറിയാം, അവരുടെ ഒന്ന് വിളിച്ചു നോക്കാൻ പറഞ്ഞു. അവരെ കോൺടാക്ട് ചെയ്തു. ഞങ്ങൾ 3 പേരും അവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞപ്പം അവർ ഞങ്ങൾക്ക് പ്രോസസ്സിങ്ങിന് കരളും ചെയ്യാൻ എല്ലാം ബില്ലിംഗ് ആണ്. അതിനു മുന്നേ ഞങ്ങൾ വേറൊരു ഏജൻസി കൊടുത്തിട്ട് നമുക്ക് അവിടെ ജർമ്മനിയിൽ വർക്ക് ചെയ്യണമെങ്കിൽ അവിടെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ ഒരു ബെഷൈഡ് കിട്ടണം. അങ്ങനെ ഞങ്ങൾക്ക് ഒരു സ്റ്റേറ്റിൽ ബെഷൈഡ് കിട്ടി. പക്ഷെ അതിലെ കരളെല്ലാം തെറ്റായിരുന്നു, അവർ കറക്റ്റായിട്ടെല്ലാം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് മനസ്സിലായി. അത് കഴിഞ്ഞപ്പോൾ അത് ഇവരോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവരത് നമുക്ക് ആ സ്റ്റേറ്റിൽ നിന്ന് വേറൊരു സ്റ്റേറ്റിലേക്ക് ആ രജിസ്ട്രേഷൻ മാറ്റി കിട്ടണമെങ്കിൽ നമ്മുടെ കയ്യിൽ കൊണ്ട് ഒന്നും നിൽക്കുന്നൊരു കാര്യമല്ല, നമ്മൾ കാശ് കൊടുത്താലോ നമുക്ക് അവിടെ പോയി ചെയ്താലോ ഒന്നും നിൽക്കുന്ന കാര്യമില്ല. പക്ഷെ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് ഞങ്ങളുടെ 3 പേരുടെ രജിസ്ട്രേഷൻ അവിടെ ബ്ലോക്കായി കിടക്കുക, അമ്മ എന്തെങ്കിലും കാര്യത്തിൽ ഇടപെടണം. സഞ്ചാരി മാതാവ് ജർമ്മനി പോയി, എൻ്റെ കൂടെ അമ്മ ജർമ്മനി വന്നമെന്ന് അമ്മ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അമ്മ തന്നെ അത് തിരുത്തി തന്നെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്ക് 3 പേർക്കും, അതായത് അവർ പറഞ്ഞത് 2026 ജനുവരി 4-ാം തീയതിയാണ് ഞങ്ങൾക്ക് പുതിയൊരു രജിസ്ട്രേഷൻ കിട്ടുള്ളൂ. പക്ഷേ ഞങ്ങൾക്ക് അതായത് ഞങ്ങൾ ഇത് സബ്മിറ്റ് ചെയ്തതിന് 4 ദിവസത്തിനുള്ളിൽ ഞങ്ങൾക്ക് പുതിയ ബെഷൈഡ് SN സ്റ്റേറ്റിൽ ഞങ്ങൾക്ക് പുതിയൊരു രജിസ്ട്രേഷൻ ഞങ്ങൾക്ക് 3 പേർക്കും കിട്ടി. അതിന് അമ്മയുടെ ഒത്തിരി നന്ദി പറയുന്നുണ്ട്. അതുപോലെ തന്നെ എൻ്റെ സുഹൃത്താണ് അശ്വതി ഉടമ്പടി എടുത്താണ്, അക്രൈസ്തവയായ സഹോദരിയാണ്. പക്ഷേ ഇവൾ ഉടമ്പടി എടുത്ത ശേഷം 3 മൊഡ്യൂൾ ഇവക്കും ചെറുവിന് കിട്ടി. പക്ഷെ 4ാമത്തെ മൊഡ്യൂളായപ്പോൾ കുറച്ചൊരു ഉടമ്പടിയിൽ നിന്നൊരു അകലിച്ച പോണക്ക് തോന്നി. അപ്പോൾ ഇവക്ക് 4ാമത്തെ മൊഡ്യൂൾ ലേസൺ എഴുതാൻ വേണ്ടി ഇവക്ക് ഡേറ്റ് കിട്ടിയായിരുന്നു. പക്ഷേ അവളവിടെ എക്സാമിന് ചെന്നപ്പോൾ ഇവക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അവർ പറയണത് നിങ്ങളുടെ സൈറ്റ്, അതായത് നിങ്ങൾ ബ്ലോക്കായി പോയേക്കുമെന്നാണ് അവർ പറയണേ. അവൾ കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് എന്നെ വിളിച്ചു, സോന എനിക്കിങ്ങനെ പറ്റുന്നില്ല, എന്താ ചെയ്യുക? ഞാൻ പറഞ്ഞു, നീ ഉടമ്പടിയിൽ എന്നാണോ ഉഴപ്പ് കാണിച്ചേ അതാണ്, നിനക്ക് നമുക്ക് കിട്ടുകയോ ഇല്ലയോ എന്നൊന്നുമല്ല, മാതാവിൽ നമ്മൾ അടിയുറച്ച് ഈശോയോട് ചേർന്ന് നിൽക്കുന്നുണ്ടോ എന്നുള്ള കാര്യം. അശ്വതി എൻ്റെ കൂടെ ഇവിടെ വന്ന് വീണ്ടും ഉടമ്പടി പുതുക്കാൻ വേണ്ടി മോളിൽ കയറിയിരുന്നപ്പോൾ ഗോയിത്രയെന്ന് വിളിക്കുവാണ്, അശ്വതിക്ക് ബ്ലോക്ക് മാറി, വീണ്ടും വന്ന് നിങ്ങൾക്ക് എക്സാം എഴുതാന്നുള്ളത്. അത് വലിയൊരു അനുഗ്രഹമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ കിട്ടിയത്. പിന്നെ ഞങ്ങളുടെ പ്രോസസ്സിങ് കാര്യങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങൾ വിസയ്ക്ക് വെച്ചു. അതിന് മുന്നേ ഞങ്ങൾക്ക് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ഇൻ്റർവ്യൂവിൽ എനിക്കറിയാം എനിക്ക് യാതൊരു മെറിറ്റ്, കാരണം ഞാൻ സ്പീക്കിംഗ് പാസ്സാവാത്ത ഒരാളാണ്. കാരണം നമുക്ക് എത്ര സംസാരിക്കാൻ അറിയാമെന്നുണ്ടെങ്കിലും ലീഗലി നോക്കുമ്പോൾ ആ ഒരു സർട്ടിഫിക്കറ്റ് എനിക്കില്ല. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ആദ്യത്തെ തവണ ചെയ്തപ്പോൾ അവർ പറഞ്ഞു ഔഷ്പ്രാഹ അത്ര ഓക്കെ ആയിട്ടില്ല, കുറച്ചുകൂടി ഫ്ലുവൻസി വേണം എന്നൊക്കെ. അപ്പം ഞാൻ വീട്ടിൽ വന്നിരുന്ന് മാതാവിൻ്റെ അടുത്ത് ഇതുവരെ ഒരു മാതാവിൻ്റെ ഒരു സ്റ്റാച്ചു ഞാനും മേടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ആ രൂപ എടുത്ത്, അതായത് ഇൻ്റർവ്യൂ നടക്കുന്ന സ്ഥലത്തിന് ചുറ്റും ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു. മേശയിൽ മാതാവിൻ്റെ രൂപ എടുത്ത് വെച്ചു. ഇൻ്റർവ്യൂവിന് കൈ മാതാവിൻ്റെ ദേഹത്ത് വെച്ചിട്ടാണ് ഞാൻ അറ്റൻഡ് ചെയ്തത്. ഫസ്റ്റത്തെ തന്നെ എൻ്റെ ആയിരുന്നു ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ എൻ്റെ ജർമ്മകാരൻ എനിക്ക് ഫോണിൽ മെസ്സേജ് അയച്ച്, സർ ഗുഡ് പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ. കാരണം എനിക്കറിയാം ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. കാരണം അവർ ആ പറയുന്ന മനുഷ്യൻ എന്തിനു പറയുമ്പോൾ ഞാനിങ്ങനെ അന്താളിച്ച് നിൽക്കും, എന്ത് പറയും യാ ബിറ്റെ എന്ന് മാത്രമേ എനിക്ക് പറയാൻ അറിയുള്ളൂ. പക്ഷേ അതെങ്ങനെയാണ് പാസ്സാക്കി തന്നേന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. അതെനിക്ക് പരിശുദ്ധ അമ്മ വഴി ഈശോ ചെയ്തു തന്നൊരു അനുഗ്രഹം മാത്രമാണ്. പിന്നെ അങ്ങനെ ഞങ്ങളുടെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങളുടെ പ്രോസസ്സിംഗ് ഒക്കെ ആയി. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വിസ സബ്മിഷൻ എല്ലാം പെട്ടെന്നായിരുന്നു. സമയത്തിൻ്റെ അമ്മ ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും വളരെ സ്പീഡിൽ ലൈറ്റ് വെയ്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും നടത്തുകയാണ്. വീണ്ടും തടസ്സം, ഒന്നിനു മേലെ തടസ്സങ്ങൾ വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ്. വിസയ്ക്ക് സബ്മിറ്റ് ചെയ്തു. ഞങ്ങൾക്ക് ജോയിനിങ് ഡേറ്റ് നവംബർ 1 നവംബർ 1 ഞങ്ങൾക്ക് അവിടെ എത്താൻ പറ്റിയില്ല. അപ്പോൾ വിസ വരുന്നത് ഭയങ്കര താമസം. വീണ്ടും ഞാൻ ലൈറ്റ് അയക്കാനും പ്രെയർ റിക്വസ്റ്റ് ഇട്ടിട്ട് ഞാനൊരു വചനം എടുത്തപ്പോൾ എനിക്ക് കിട്ടുന്ന ആമോസിൻ്റെ പുസ്തകം 9-ാം അധ്യായം 10 മുതൽ 15 വരെയുള്ള തിരുവചനങ്ങളാണ്. ഇസ്രായേലിൻ്റെ പ്രതീക്ഷ. കർത്താവ് പറയുന്നുണ്ട്, നിന്റെ മുന്തിരിത്തോപ്പുകൾ ഞാൻ വീണ്ടും തളർപ്പിക്കും, നിന്റെ കോട്ടകൾ ഞാൻ പുതുക്കി പണിയും, ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് നിന്നെ സംരക്ഷിക്കും, നിന്നെ ഞാൻ ഉയർത്തിക്കൊണ്ടുവരും എന്നുള്ളത്. ആ വചനം ഒത്തിരി ശക്തിപ്പെടുത്തി. കാരണം നമ്മൾ ഈ VFSലേക്ക് മെയിൽ അയച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവരും പറയും നമുക്ക് റെസ്പോണ്ട് ചെയ്യില്ലെന്ന്. ഞാൻ മാതാവിനോട് എല്ലാ വെള്ളിയാഴ്ചകൾക്ക് മുന്നിൽ മാതാവ് എനിക്കൊരു അടയാളം കാണിച്ചു തരും. എല്ലാ വെള്ളിയാഴ്ച ഞാൻ എൻ്റെ അടുത്ത് മാതാവിൻ്റെ ഒരു പള്ളിയിൽ എല്ലാ വെള്ളിയാഴ്ചകളും ഞാൻ കുർബാനയ്ക്ക് പോകും. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഞാൻ എപ്പോഴും ഇവിടെ വരാൻ പറ്റാത്തതുകൊണ്ട് പറയും, മാതാവേ സഞ്ചാരി അമ്മ എവിടെയുണ്ടല്ലോ, അമ്മ അവിടെ വന്ന് എൻ്റെ പ്രാർത്ഥന കേൾക്കണേ.
അങ്ങനെ ഞാൻ എല്ലാ വെള്ളിയാഴ്ചകൾക്ക് മുന്നിലും അമ്മ എനിക്ക് ഉത്തരം നൽകും. അപ്പോൾ ഞാൻ ഈ വചനം 14-15 ഞാൻ ഈ അമ്മോട് പറഞ്ഞു, ഈ 14-15 എന്തെങ്കിലും എനിക്കൊരു അടയാളം കാണിച്ചതെന്ന്. ഈ 14-ാം തീയതി ഞാൻ ഇവർക്ക് VFSലേക്ക് മെയിൽ ചെയ്യുന്നു. 15-ാം തീയതി അവരെനിക്കൊരു റിപ്ലൈ മെയിൽ തരുന്നു, നിങ്ങളുടെ അണ്ടർ പ്രോസസ്സിംഗ് ആണെന്ന് പറയുന്നു. വീണ്ടും നമ്മോട് പറഞ്ഞു, അമ്മേ അടുത്ത ആഴ്ച സമയം കൂടെ ഉണ്ട്, അടുത്ത വെള്ളിയാഴ്ച കൂടെ ഞാൻ അമ്മയ്ക്കൊരു സമയം തരും, അമ്മ സമയത്തിൻ്റെ അമ്മയല്ലേ അതിൻ്റെ ഇടയിൽ ഇടപെടണേ തോന്നും. അങ്ങനെ ഞങ്ങളുടെ അമ്മോട് ഞാൻ പറഞ്ഞായിരുന്നു, ഞങ്ങൾ വിസ വന്നിട്ടുണ്ടെങ്കിൽ വേറെ ആരോടും പറയില്ല, ഏജൻസിയോട് പോലും ഞങ്ങൾക്കൊരു ടിക്കറ്റ് എടുക്കുന്ന കാര്യം പറയില്ല, അമ്മയുടെ മുമ്പിൽ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ട് അമ്മയുടെ മുമ്പിൽ ഈ പാസ്പോർട്ട് കാണിച്ചിട്ടേ ഞങ്ങൾ ആരോടും പറയുള്ളൂ എന്ന് പറഞ്ഞു. ആരോടും പറഞ്ഞില്ല. ഞങ്ങൾക്ക് ഇന്നലെ വിസ വന്നു. ഞങ്ങളുടെ രണ്ടുപേരുടെയും 7ാമത്തെ പേജിൽ ഞങ്ങൾക്ക് ജർമ്മനിക്ക് പോകാനുള്ള വിസ അടിച്ചിട്ടുണ്ട്. ഈശോയ്ക്കും അമ്മയ്ക്കും ഒരുപാട് നന്ദി. വലുതും ചെറുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് തന്നു. ഞങ്ങൾ ഈ ആഴ്ച അല്ലെങ്കിൽ ഞങ്ങൾ ജർമ്മനിക്ക് പോവുകയാണ്. ഇനിയും അതായത് പിന്നെ വേറൊരു ഇതെന്ന് പറയണത്, അമ്മ ഞങ്ങളുടെ കൂടെ, അതായത് എന്നെ ഉടമ്പടി എടുത്തതും എല്ലാ കാര്യങ്ങളും ചെയ്തതും പരിശുദ്ധ അമ്മയാണെങ്കിൽ അവിടെ ചെല്ലുമ്പോഴും അമ്മ ഞങ്ങളുടെ കൂടെ ഉണ്ടാവും എന്നുള്ളൊരു തെളിവായിട്ട് ഞങ്ങൾ വർക്ക് ചെയ്യാൻ പോണ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേരും മാതാവിൻ്റെ പേരിന് തുടക്കമുള്ള മരിയൻ ഫ്രീഡ് എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ഞങ്ങൾ പോകുന്നത്. അതൊക്കെ പരിശുദ്ധ അമ്മ തന്ന വലിയൊരു അനുഗ്രഹമാണ്. അതിന് ഈശോയ്ക്കും മാതാവിന് ഒരുപാട് നന്ദി. പിന്നെ ഉടമ്പടി എടുത്തത് വഴി ഞാൻ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തികൾ എന്ന് പറയുന്നത്, ഞാൻ എപ്പോഴും പറയുമായിരുന്നു, അമ്മേ എനിക്ക് ഒത്തിരി ഒന്നും കൊടുക്കാനൊന്നുമില്ല, പക്ഷേ എനിക്ക് കിട്ടുന്ന ശമ്പളത്തിൻ്റെ ഒരു വീതം എല്ലാ മാസവും ഒരു വീതം അർഹതപ്പെട്ടവർക്കുടെ കയ്യിലേക്ക് മരുന്ന് മേടിക്കാനായിട്ട് എന്തിനെങ്കിലും ആയിക്കോട്ടെ അത് ഞാൻ കൊടുക്കുമെന്ന് പറഞ്ഞ് അത് ഞാൻ ചെയ്യാറുണ്ട്. പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ പത്രം പൊതുമേഖലയിൽ കൊടുക്കണം. മെഡിക്കൽ കോളേജിലേക്ക് പോകുമ്പോൾ എന്നെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ നിന്നൊക്കെ സെക്യൂരിറ്റിമാർ പുറത്താക്കിയിട്ടുണ്ട്, നാണം കെട്ടിട്ടുണ്ട്. പക്ഷേ പുറത്തിറങ്ങിയെന്നാലും ഞാൻ ധൈര്യപൂർവ്വം കൊടുക്കും. കാരണം എനിക്ക് ഇതിലും വലിയൊരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് ചെയ്യേണ്ടവളല്ല എന്നൊരു ബോധ്യം എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ ഈശോയ്ക്കും അതിനു വേണ്ടി പത്രപ്രവർത്തനം നന്നായി ചെയ്യാറുണ്ട്. പിന്നെ ആത്മീയതയിൽ വന്ന് എനിക്കൊരു മാറ്റം എന്ന് പറയുന്നത്, വിശുദ്ധ കുർബാന ചെറുപ്പം മുതൽ അമ്മ ഞങ്ങളെ പള്ളിയിൽ വിടുന്നുണ്ട്. എനിക്ക് അതൊരു തടസ്സമായിട്ട് അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. പക്ഷെ കൊന്ത ചെല്ലണത് സന്ധ്യാപ്രാർത്ഥനയിൽ കുരിശ് വരയ്ക്കുമ്പോൾ മാത്രം ഞാൻ കൊന്ത ചെല്ലാറുള്ളൂ. പക്ഷെ ഉടമ്പടി എടുത്തത് വഴി എനിക്ക് കൊന്ത ചെല്ലാനുള്ള വലിയൊരു അനുഗ്രഹം കിട്ടി. കാരണം ഞാൻ ബസ്സിലൊക്കെ പോകുമ്പോഴും എന്തോരം നേരം യാത്രയുണ്ടെങ്കിലും ഞാൻ വല്ല സിനിമയുടെയോ സീരിയലിൻ്റെയോ പാട്ടോ ആലോചിച്ചുകൊണ്ടിരുന്നാലും കൊന്ത ഞാൻ ഒരിക്കലും ചെല്ലായിരുന്നു. ഇപ്പം എവിടെ പോയാലും ജപമാല എടുക്കാനും കൊന്ത ചെല്ലാനുള്ള വലിയൊരു അനുഗ്രഹം കിട്ടി. പിന്നെ എന്ത് പ്രതിസന്ധി ഘട്ടം വന്നാലും ആ പ്രതിസന്ധിയിലെല്ലാം ഞാൻ വചനം എടുത്ത് വായിക്കും. വചനത്തിൽ എനിക്കെല്ലാം നല്ലൊരു, അതായത് പോസിറ്റീവായിട്ടുള്ള ഒരു അനുഭവം എനിക്ക് വചനത്തിലൂടെ തെളിയിച്ചു തരും. അങ്ങനെ പരിശുദ്ധ അമ്മ വഴി ഈശോ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരുപാട് നന്ദി. പരിശുദ്ധ അമ്മ വഴി യേശു നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാനാണ് ഞങ്ങൾ ഇന്നിവിടെ എത്തിയിരിക്കുന്നത്. എൻ്റെ പേര് അശ്വതി. ഞാൻ തൊടുപുഴയിൽ നിന്നുമാണ് വരുന്നത്. ഞാനൊരു ഹിന്ദുവാണ്. ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ നിന്നും വരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പണ്ട് എനിക്കൊരു കൃപാസനം പത്രം കിട്ടിയപ്പോൾ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു കൃപാസനത്തിൽ വരുവാനും ഉടമ്പടി എടുക്കുവാനും. എന്നാൽ എനിക്ക് അതിനുള്ളൊരു ആക്സസ് ആ സമയത്തുണ്ടായിരുന്നില്ല. എന്നാൽ പിന്നീട് എനിക്ക് സോനയെ സുഹൃത്തായി കിട്ടുകയും നേഴ്സിംഗ് പഠനകാലത്ത് സുഹൃത്തായി കിട്ടുകയും സോന വഴി എനിക്ക് കൃപാസനത്തിൽ വരുവാനും ഉടമ്പടി എടുക്കുവാനും സാധിച്ചു. പിന്നെ ഞങ്ങൾ നേഴ്സിംഗ് കഴിഞ്ഞപ്പോൾ ജർമ്മനാണ് പഠിക്കാൻ തിരഞ്ഞെടുത്തത്. എന്നാൽ ആദ്യം ഞാൻ ജർമ്മൻ എളുപ്പമാണെന്ന് ഓർത്ത് ഞങ്ങൾ ഇരുന്നു. എൻ്റെ കഴിവിൽ ഞാൻ സ്വയം വിശ്വസിച്ചു. അങ്ങനെ ഞാൻ ജർമ്മൻ എക്സാം എഴുതി. പിന്നീട് ഉടമ്പടി ജർമ്മൻ എക്സാം ഫെബ്രുവരിയിലാണ് എഴുതിയത്. 2024 ഫെബ്രുവരിയാണ് എഴുതിയത്. 2024 മാർച്ച് 11 ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. അങ്ങനെ ഒരു മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ റിസൾട്ട് വന്നു. ഞാൻ 3 മൊഡ്യൂളിന് പാസ്സായി. എന്നാൽ ലേസന് ഞാൻ പാസ്സായില്ല. പക്ഷേ അപ്പോഴും എനിക്ക് ചെറിയൊരു അഹങ്കാരം ഉണ്ടായിരുന്നു. ഇതെനിക്ക് കിട്ടും, എന്തായാലും കിട്ടും, എൻ്റെ കഴിവ് കൊണ്ട് എന്തായാലും എനിക്ക് കിട്ടുമെന്നൊരു അഹങ്കാരം എന്നിൽ വന്നപ്പോൾ ഞാൻ ഉടമ്പടി ചെറുതായിട്ട് ഉഴപ്പി തുടങ്ങി. അങ്ങനെ എനിക്ക് കൊച്ചിയിൽ ഡേറ്റ് കിട്ടി, എക്സാമിന് ഡേറ്റ് കിട്ടി. ഞാനവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അന്ന് എക്സാം എഴുതാൻ വന്നവർ ഞാനൊഴികെ എല്ലാവരും അന്ന് എക്സാം എഴുതി. ഞാൻ മാത്രം എക്സാം എഴുതാതെ തിരിച്ചു പോരേണ്ടി വന്നു. എൻ്റെ രജിസ്റ്റർ നമ്പറിൽ ബ്ലോക്ക് ഉണ്ടെന്നും പറഞ്ഞ് എന്നെ അവർ തിരിച്ചു വിട്ടു. അന്ന് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും വലിയൊരു നെഗറ്റീവ് എഫക്റ്റായിരുന്നു അത്. അങ്ങനെ ഞാൻ കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് സോനയെ വിളിച്ചു. അപ്പോൾ സോന എന്നോട് പറഞ്ഞു, നീ ഉടമ്പടിയിൽ ഉഴപ്പിയത് കൊണ്ടായിരിക്കും മാതാവ് നിന്നെ ഇങ്ങനെ ഒരു അവസ്ഥ വരുത്തിയത്. നീ അടുത്ത ആഴ്ച തന്നെ ഉടമ്പടി പോയി പുതുക്കണമെന്ന് പറഞ്ഞു. ഞാൻ അടുത്ത ആഴ്ച തന്നെ ഉടമ്പടി വന്ന് പുതുക്കി. അപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ക്ലാസ്സിൻ്റെ ഇടയിൽ ഇവിടെ ഇരുന്നപ്പോഴാണ് എന്നെ തിരുവനന്തപുരം ഗോയിത്തയിൽ നിന്നും അവിടുത്തെ HOD വിളിക്കുന്നത്. എനിക്ക് ഡേറ്റ് ആയിട്ടുണ്ടെന്നും പറഞ്ഞ്. അതെൻ്റെ ജീവിതത്തിൽ മാതാവ് നൽകിയ വലിയൊരു അനുഗ്രഹമാണ്. പിന്നെ ഞങ്ങളുടെ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് ഇൻ്റർവ്യൂ ഞങ്ങൾക്ക് വളരെ ടഫായിരുന്നു. എന്നാലും ഇൻ്റർവ്യൂവിൻ്റെ ടൈമിൽ ഞാൻ മാതാവിൻ്റെ ഉപ്പ് എൻ്റെ ഫോണിലാണ് ഞാൻ ഇൻ്റർവ്യൂ കൂടിയത്. എൻ്റെ ഫോണിൻ്റെ ചുറ്റും വിതറി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി അങ്ങനെയാണ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. അങ്ങനെ ഞങ്ങൾ ഇൻ്റർവ്യൂവിന് പാസ്സായി.
പിന്നെ ഞങ്ങൾക്ക് വിസയിൽ ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു. വിസയ്ക്ക് ഡേറ്റ് കിട്ടാനും വിസ കിട്ടാനുമായിട്ട് ഒരുപാട് ലാഗ് ഉണ്ടായിരുന്നു. അതെല്ലാം മാതാവ് ആ തടസ്സങ്ങളെല്ലാം മാറ്റി തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചു. പിന്നെ ഞങ്ങളുടെ സർട്ടിഫിക്കറ്റിൻ്റെ വാലിഡിറ്റി 1 ഇയർ വാലിഡിറ്റി ഒരു വലിയ പ്രശ്നമായിരുന്നു. ഈവൻ ഞങ്ങൾക്ക് വാലിഡിറ്റിയിൽ പ്രശ്നമുണ്ടായിട്ട് പോലും, നെഗറ്റീവ് ഉണ്ടായിട്ട് പോലും മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾക്ക് ഇന്നലെ വിസ ലഭിച്ചു. മാതാവിന് ഒരുപാട് കോടി നന്ദിയും സ്തുതിയും അർപ്പിക്കുന്നു. യെശയ്യാ 43 2, 3 തിരുവചനങ്ങൾ. സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല. അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളൽ ഏൽക്കുകയില്ല. ജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. ഞാൻ നിൻ്റെ ദൈവമായ കർത്താവും രക്ഷകനും ഇസ്രായേലിൻ്റെ പരിശുദ്ധനുമാണ്. സോനയും അശ്വതിയും മക്കളുടെ ജർമ്മൻ ഭാഷാ പഠനവും ജർമ്മനിയിലേക്കുള്ള യാത്ര പ്രോസസ്സും അതിൻ്റെ കാര്യങ്ങൾക്ക് പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ ഉടമ്പടിയിലൂടെ ലഭിച്ച അനുഗ്രഹങ്ങളെയും വഴി നടത്തലുകളെയുമാണ് ഈ സാക്ഷ്യത്തിലൂടെ പങ്കുവച്ചത്. സോന വളരെ ശക്തമായ ഭാഷയിൽ നമ്മോട് സൂചിപ്പിച്ചു, എനിക്ക് തിരിച്ചടികൾ ഒത്തിരി ഉണ്ടായി. ഒരിക്കൽ പോലും ഞാൻ അമ്മയുടെ സംരക്ഷണത്തെയും സഹായത്തെയും സംശയിച്ചിട്ടില്ല. അശ്വതി പറഞ്ഞു, എനിക്ക് തിരിച്ചടി ഉണ്ടായപ്പോൾ ഇടയ്ക്ക് എൻ്റെ കഴിവ് കൊണ്ട് നേടാനാകുമെന്ന് കരുതി ഉടമ്പടിയിൽ നിന്ന് ഞാൻ അല്പമൊന്ന് ഉഴപ്പി അതിൻ്റെ പരീക്ഷകളും താമസിക്കുവാനും ക്ലേശപൂർണ്ണമാക്കുവാനും കാരണമായെന്നും, ഉടമ്പടി ജീവിതം നമ്മൾ അമ്മ മാതാവിനോടൊപ്പം ചേർന്ന് സുരക്ഷിതമായി സന്തോഷത്തോടെ ആത്മാവിനെ ശുദ്ധീകരിച്ച് നടത്തുന്ന ഒരു യാത്രയാണ്. അത് നമുക്ക് എല്ലാ തിരമാലകളും പെട്ടെന്ന് അണയുമെന്നല്ല, എല്ലാ കൊടുങ്കാറ്റും ശമിക്കുമെന്നല്ല, ജീവിതത്തിൽ ഒരിക്കലും പ്രശ്നമുണ്ടാവില്ല എന്നുമല്ല അതിനർത്ഥം. മറിച്ച് ജീവിതം കടന്നു പോകുന്ന ഏതൊരു പ്രതിസന്ധിയിലും കൂടെ ഒരു അമ്മയുണ്ടെന്നും ഈ പ്രതിസന്ധിയെ അതിജീവിക്കുവാൻ ആത്മധൈര്യം നൽകുമെന്നും ഈശോ നമുക്ക് വേണ്ടി തക്ക സമയത്ത് ഉണർന്ന് പ്രവർത്തിച്ച് നമ്മുടെ ജീവിതങ്ങളെ സുരക്ഷിതമാക്കിക്കൊണ്ട് അവിടുന്ന് ആഗ്രഹിക്കുന്നത് പോലെ നന്മയിലേക്കും മേന്മയിലേക്കും നയിക്കുമെന്ന ബോധ്യം നമുക്ക് ഉടമ്പടി കൈമാറിക്കൊണ്ടിരിക്കും. അതാണ് സോനയുടെ വാക്കുകളിൽ നമ്മൾ കണ്ടത്. അവൾ 17 മാർക്ക് മേടിച്ച അടിപത്രിക വിഷയമാണ് 2-3 ദിവസം കഴിഞ്ഞ് അവൾ എഴുതുമ്പോൾ 79 മാർക്ക് വാങ്ങി അതേ ചോദ്യം അതേ ഉത്തരം അവൾ എഴുതി ചുരുക്കം ദിവസങ്ങൾ കൊണ്ട് അമ്മ മാതാവ് അത്ഭുതകരമായി അനുഗ്രഹമാക്കി മാറ്റിക്കൊടുക്കുന്നത്. ദൈവകരങ്ങളിൽ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ കഷ്ടകാലത്തും ദൈവത്തോട് കലഹിക്കാതെ, ദൈവത്തെ വിട്ടുപിരിയാതെ, ദൈവത്തെ തള്ളിപ്പറയാതെ, ഞാൻ ഇന്നായിരിക്കുന്ന അവസ്ഥയിൽ അവിടുന്ന് എൻ്റെ കൂടെയുണ്ടെന്നും എന്നെ അവിടുന്ന് കാത്തുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കും വിധം എൻ്റെ ജീവിതത്തെ സുരക്ഷിതമാക്കുമെന്നും ഉറച്ച് വിശ്വസിച്ച് അമ്മയുടെ കരം പിടിച്ചുകൊണ്ട് ഉടമ്പടി വിശുദ്ധിയിലും വിശ്വസ്തതയിലും ജീവിക്കുവാൻ തയ്യാറാകുമ്പോൾ നമുക്കത് കാറ്റും കോളും വല്ലാതെ ശാന്തമാകുന്ന, ജീവിതം സുരക്ഷിതമാകുന്ന സാഹചര്യത്തിലേക്ക് മാറുന്നത് കാണാൻ പറ്റും. അശ്വതി പറയുന്നുണ്ട്, സോനയുടെ വാക്ക് കേട്ട് ഉടമ്പടി പുതുക്കുവാൻ ഞാനിവിടെ വീണ്ടും ഉടമ്പടി ജീവിക്കുവാൻ വേണ്ടി തീരുമാനിച്ച ദിവസം തന്നെ എൻ്റെ അമ്മ മാതാവ് എന്നെ കണ്ടു. ഗോയ്ത്തയിൽ എനിക്ക് പരീക്ഷയ്ക്കുള്ള ബ്ലോക്ക് മാറി, ഡേറ്റ് കിട്ടി. അന്ന് മുതൽ പിന്നീട് എനിക്ക് ഈ കാര്യങ്ങളൊക്കെ സ്മൂത്തായി മുന്നോട്ട് പോകുവാൻ വഴികൾ ഒരുക്കി തന്നുവെന്ന്. അവസാനം അശ്വതി പറഞ്ഞു നിർത്തി, രണ്ടുപേരുടെയും ആ ഒരു വാലിഡിറ്റി പീരീഡ് തീരാറായി. അത് തീരാറായി വിസ കിട്ടുമോ എന്ന് വലിയ സംശയമായി. എങ്കിലും ഞങ്ങളുടെ കഴിവിനാലല്ല, രണ്ടുപേരും ആദ്യം പറയുമ്പോൾ മുഴുവനും പറയുന്നുണ്ട് കഴിവ് കൊണ്ട് നേടും ഞങ്ങൾ പഠിക്കുന്ന കുട്ടികളാണെന്ന്. എന്നാൽ അവസാനം പറഞ്ഞു നിർത്തുന്നുണ്ട്, ഞങ്ങളുടെ വാലിഡിറ്റി തീർന്ന സമയത്ത് കഴിവ് കൊണ്ട് നേടുവാൻ പറ്റാത്ത സാഹചര്യത്തിൽ അമ്മ മാതാവിൻ്റെ കൃപയാൽ ഈശോയുടെ അനുഗ്രഹത്താൽ മാത്രം ഞങ്ങൾക്ക് 7ാമത്തെ പേജിൽ അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണ ദിവസമായ 7 അക്കത്തിനേറെ പ്രാധാന്യമുള്ള അതേ പേജിൽ വിസ അടിച്ചു തന്നുകൊണ്ട് ഞങ്ങളെ വിദേശത്തേക്ക് അമ്മ കൊണ്ടുപോവുകയാണെന്ന്. പ്രിയമുള്ളവരെ, അമ്മയിൽ ശരണപ്പെട്ട എളിമയോട് നമുക്ക് വിശ്വസിക്കാം. അമ്മയുടെ കരങ്ങളിൽ സംശയമില്ലാതെ നിയോഗത്തെ സമർപ്പിക്കാം. ഏത് കടുകട്ടിയുള്ള വിഷയമാണെങ്കിലും അമ്മ മാതാവ് ഈശോയോട് ചേർന്ന് നിന്ന് നമുക്കാവശ്യമുള്ള അനുഗ്രഹം നേടിത്തന്നുകൊണ്ടിരിക്കും. സംശയിക്കാതെ സഹനകാലത്തിൽ അടിയുറച്ചു നിൽക്കുവാൻ നാം പുലർത്തുന്ന വിശ്വസ്തയുടെ അനുഗ്രഹത്തിൻ്റെ പേരാണ് ഉടമ്പടി വഴിയുള്ള ഓരോ സാക്ഷ്യവും. അമ്മയോട് പുലർത്തുന്ന സ്നേഹത്തിന് അമ്മ ഈശോയിൽ നിന്ന് നേടിത്തരുന്ന അനുഗ്രഹത്തിൻ്റെ പേരാണ് ഉടമ്പടി സാക്ഷ്യം.
അതുകൊണ്ട് സ്നേഹം കൊണ്ട് നമ്മുടെ ആത്മാക്കൾ നിറയട്ടെ, വിശ്വസ്തത കൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കട്ടെ, അനുതാപം കൊണ്ട് ആരെയും കുറ്റപ്പെടുത്താതെ ദൈവനാമത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുവാൻ ഓരോ ദിവസവും അമ്മ മാതാവും ഈശോയും നമ്മളെ സഹായിക്കട്ടെ. അങ്ങനെ ഉടമ്പടി ഫലമണിയുന്ന വിധം ഈ ലോകത്തിൽ ഓരോ ദിവസവും ജീവിക്കുവാൻ നമുക്ക് ശ്രദ്ധ വയ്ക്കാം. ഈ മക്കൾക്ക് ലഭിച്ച വിശ്വാസ ബോധ്യങ്ങൾക്ക്, അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.